ഒരു ഭയങ്കര ഫോർമൽ ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ ഒന്നുമല്ല, ഒരു കാഷ്വൽ ആയിട്ടുള്ള വളരെ ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടണമെന്നുണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പ്രസൻസിൽ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ കൊതിപ്പിക്കുന്നതാണ്. സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുള്ള, ഉപദേശങ്ങൾ തന്നിട്ടുള്ള, ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു, രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണ് അന്ന് നാനയിൽ എൻ്റെ മേൽവിലാസം കൊടുത്തത്. ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് അതൊക്കെ ആൾക്കാർക്ക് പരിചയമായി വരുന്നത്. ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുമായിരുന്നു. ശ്രീനിവാസൻ എൻ്റെ ക്ലാസ്സിൽ നിത്യ സന്ദർശകനാണ്. ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പിടിച്ച് വായിക്കുക. അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത്. ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരംകുന്ന പൊയ്യയിൽ ലിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത്. അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ. ഇത് വേറെ ഈ സിനിമയിലെ കഥ. പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് സിനിമയിലെ. ഇതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിരുന്നു. ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് കാരണം ഇതിൻ്റെ കഥാതന്ത്രം തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അത് അറിയിച്ചുകൊള്ളുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസ. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം തുടക്കത്തിൽ 2025 ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു, ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആവുന്ന ഞാൻ ഓർത്തില്ല. അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ്. അതിന് കാരണക്കാരനായ എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ്. മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല, ഈ സിനിമയില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയുടെയാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. ഒപ്പം ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് വലിയ ആശംസകൾ, നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷോക്കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡ്രോ ജോസഫിന് നന്ദി. ആൻഡ്രോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു. ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു.